ബില്ലി ഗ്രഹാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോഴും വാട്സപ്പിലൊക്കെ ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ ഞാൻ ബില്ലി ഗ്രഹാമിനെ കാണാൻ CMS കോളേജ് ഗ്രൗണ്ടിൽ പോയതാണ്. പിന്നെ ഒരു 10 വയസ്സായപ്പോൾ പിന്നെയും അദ്ദേഹത്തെ കാണാനിടയായി. പ്രൗഢഗംഭീരമായ പ്രസംഗമാണ്, വാഗ്ധോരണി, യേശുള്ള വളരെ വിശ്വാസം. ഇന്നും അനേക ആളുകളെ, 100-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്, അനേക ആളുകളെ ബില്ലി ഗ്രഹാമിന് യേശു പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ബില്ലി ഗ്രഹാമിന് 12 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോഹം പ്രസംഗിക്കണം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രസംഗനായിരുന്നുകൊണ്ട് 12 വയസ്സായപ്പോൾ ഈ ചെറുബാലകൻ ഒരു വേദപുസ്തകം എടുത്തുകൊണ്ട് പോയി അവരുടെ വയലിൻ്റെ അടുത്ത് പോയി ഒരു മാവിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ആ ഭാഗം മാത്രമാണ് അദ്ദേഹം വായിച്ചത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പിന്നീട് വേദപുസ്തകം മടക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, യോഗം ഇന്ന് ഇവിടെ അവസാനിച്ചു, നാളെ യോഗം ഉണ്ടായിരിക്കും. സാധാരണ കൺവെൻഷൻ യോഗങ്ങൾ അങ്ങനെയാണല്ലോ, ഇന്ന് യോഗം അവസാനിച്ചു, നാളെ യോഗമുണ്ടാകും. പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ ഈ ബാലനായ ബില്ലി ഗ്രഹാം പ്രസംഗിക്കാൻ വേണ്ടി വന്നു, വേദപുസ്തകവുമായിട്ട് വന്നപ്പോൾ 4 പേര് ഇന്നലെ താൻ ഇരുന്നിരുന്ന സ്ഥലത്ത് ഇരിക്കുന്നു. അപ്പോൾ കൊച്ചുപയ്യന് കൗതുകമായി, പേടിയായി. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ 4 പേരാണ്. ഇന്നലെ നീ പറഞ്ഞല്ലോ ഇന്നും പ്രസംഗമുണ്ടെന്ന്, കേൾക്കാൻ വന്നതാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥിരം ജോലി മോഷണമാണ്, രാത്രിയിലാണ് ജോലി, പകല് ഇവിടെ ഈ മാവിൻ്റെ ചുവട്ടിൽ വന്ന് കിടക്ക പതിവാണ്, ആരും ഇവിടെ വരാതിരുന്നു. ഇന്നലെ ഒരു ബാലൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൗതുകം തോന്നി, ഇന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബില്ലി ഗ്രഹാം ഈ 4 പേരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചവരെ അപ്പൻ അവരോട് സുവിശേഷം പറഞ്ഞു. അവർ 4 പേര് മാനസാന്തരപ്പെട്ടു. ബില്ലി ഗ്രഹാം തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, 4 കള്ളന്മാരെ കൊണ്ടുള്ള മാനസാന്തരം. ഇന്ന് എല്ലാവർക്കുമുള്ളൊരു മാനസാന്തരത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ മരണം, ക്രൂശിലെ മരണം, ക്രൂശിലെ രക്തം ജീവൻ്റെ ആധാരവും ഉറവിടവുമായി നമുക്ക് തീർന്നിരിക്കുന്നു. അനേക ആളുകൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. യേശുവിലൂടെ ലഭ്യമാകുന്ന പാപക്ഷമ അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കോട്ടയത്തടുത്ത് തലയോലപ്പറമ്പ് എന്നൊരു സ്ഥലത്ത് ഒരു 12 വയസ്സുകാരൻ വിനോദിനെ ഒരു ചെത്തുതൊഴിലാളി കൊന്നു. അതിപ്രകാരമാണ് ഈ കൊച്ചൻ വിജനമായൊരു നദിയിലൂടെ വീട്ടിൽ നിന്ന് പാല് കൊടുക്കാൻ അടുത്ത വീട്ടിലേക്ക് പോകുന്നു. അല്പം ദൂരം നടക്കണം. അപ്പോൾ തെങ്ങിൽ കയറി ചെത്തുന്ന ഒരാൾ തെങ്ങിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ബാലനെ കണ്ടു. അവൻ്റെ കഴുത്തിലൊരു സ്വർണ്ണ ചെയിനുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ പെട്ടെന്ന് തെങ്ങിൽ നിന്ന് ഇറങ്ങി വന്ന് വിനോദിൻ്റെ കഴുത്തിൽ പിടിക്കുന്നു, ഞെക്കുന്നു. യാദൃച്ഛ്യമായി അത് സംഭവിച്ചു. ബാലൻ അങ്ങ് അടഞ്ഞു, കൊന്നുപോയി, ചത്തുപോയി, മരിച്ചുപോയി. അപ്പോൾ ഈ ചെത്തുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സബ് ജയിലിലും പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലും കൊണ്ടുപോയി. നമുക്ക് കൊച്ചുമത്തായി എന്നൊരു ഉപദേശി ഉണ്ടായിരുന്നു, ഓതറക്കാരനാണ്. അപ്പോൾ ഒരിക്കൽ കൊച്ചുമത്തായി ഉപദേശി എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപദേശി ഒരു ജയിൽ മിനിസ്ട്രിയാണ് അദ്ദേഹത്തിനുള്ളത്. കണ്ണൂരും മറ്റ് ഗവൺമെൻറ് ജയിലുകളിൽ അദ്ദേഹം സന്ദർശിക്കും. അങ്ങനെ സന്ദർശിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ കഥാനായകനായ ചെത്തുകാരനുള്ള സെല്ലിലും വന്നു. ഒരു സുവിശേഷ പ്രതി ആ വാതിൽക്കൽ ഇട്ടിട്ട് പോയി. അപ്പോൾ അകത്ത് നിന്നോട് പറയുന്നേക്കാം, പോടാ, നിന്നെ ഒന്നും കാണണ്ട, ഒരുത്തിനെയും കാണണ്ട, ഒന്നും കേൾക്കണ്ട. പല പ്രാവശ്യം ഉപദേശിച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. ഒരു പ്രാവശ്യം പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ ഇട്ടിട്ട് പോയി. ദൈവം ലോകത്തെ സ്നേഹിച്ച യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം പിന്നീട് വന്നപ്പോൾ ചോദിച്ചു, ആരാണ് യേശു? എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? ഒരു കൊച്ചു പൈതലിനെ കൊന്ന എനിക്ക് എവിടെയെങ്കിലും ഒരു പാപക്ഷമ ലഭിക്കുമോ?
അപ്പോൾ ഉപദേശി പറഞ്ഞു, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ സംസാരിക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ ഉപദേശി അദ്ദേഹത്തോട് കൂടെ പല പ്രാവശ്യം പല സമയങ്ങൾ കണ്ട് ക്രിസ്തുവേശിലൂടെയുള്ള പാപക്ഷമയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, എനിക്കൊരു ക്രിസ്ത്യാനിയായിക്കൊള്ളാം, എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. തൂക്കിലേറ്റുന്നതിന് മുമ്പ് എനിക്കൊരു ക്രിസ്ത്യാനിയാകണം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം, എനിക്കൊരു ക്രിസ്ത്യൻ ബെറിയൽ വേണം. ഉപദേശി ജയിലുകാരോട് സംസാരിച്ച് ഇത് രണ്ടും അദ്ദേഹത്തിന് നടത്തിക്കൊടുത്തതായിട്ടാണ് എന്നോട് പറഞ്ഞത്. പാപക്ഷമ നൽകുന്ന കർത്താവ്, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം. ദൈവവാഗ്ദത്തമാണ്. അനേക ആളുകൾ ഇതുപോലെ പാപഭാരത്തിൽ കഴിയുന്നവരുണ്ട്. അവരോട് പറയേണ്ട സദ്വർത്തമാനമാണ്, നീ പാപത്തിൽ മരിക്കില്ല. ബിലീവ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൽ നീ വിശ്വസിക്കുക. നമുക്കിത് പല പ്രാവശ്യം അറിയാമെങ്കിലും പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ നമ്മുടെ ആയുസ്സിൽ ജീവിക്കുന്ന ഒരുവൻ യേശുവിനെ കാണാതെ മരിച്ചു പോകുന്നുള്ള വേദനയും ദുഃഖവും നമുക്കുണ്ടാവണം. നാം മാത്രം സ്വർഗത്തിൽ പോയാൽ മതി എന്നൊരു ചിന്തയിലല്ല. എ.സി. ഉമ്മൻ എന്ന് പറയുന്നൊരു അച്ഛൻ CSL ഉണ്ടായിരുന്നു. അച്ഛൻ ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. വളരെ വിശ്വാസിയായ ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, കൊള്ളാം, നീ വന്നല്ലോ, നല്ല കാര്യം. നിന്റെ അയൽക്കാരനെ കണ്ടില്ലല്ലോ. അപ്പോൾ ചെന്നയാൾ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞതാണ്, അവന് താല്പര്യമില്ല, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്നെ ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിലേക്ക് വിടാൻ പോവുകയാണ്. നീ ചെന്ന് അവനോട് സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു മറു ചോദ്യം ദൈവത്തോട് ചോദിച്ചു, അല്ല, ഇപ്രാവശ്യം വരുന്നില്ലെങ്കിലോ? അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ വന്നില്ല, നീയും വരണ്ട. ഈ ഒരു ചിന്ത, ഈ ഒരു ഭാരം അയൽക്കാരനില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? അയൽക്കാരൻ പോട്ടെ, മക്കളില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? ജോസഫ്, യാക്കോബിൻ്റെ മകൻ, 11ാമത്തെ മകൻ, മിസ്രൈമിൽ മന്ത്രിയായി ധാന്യം കൊള്ളാൻ മറ്റ് സഹോദരന്മാരെല്ലാം വന്നപ്പോൾ ഇളയ സഹോദരനെ കൊണ്ടുവന്നു. തിരിച്ചു പോകാൻ നേരത്തെ ജോസഫ് പറഞ്ഞു, ഇവൻ ഇവിടെ നിൽക്കട്ടെ, ഇവൻ എൻ്റെ അമ്മയുടെ മകനാണ്, എൻ്റെ നേരെ ഇളയവനാണ്, ഇവൻ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ യഹൂദ എന്ന സഹോദരൻ പറഞ്ഞു, അയ്യോ, അങ്ങനെ പറഞ്ഞുകൂടാ, ഈ ഇളയവനെ കാണാതിരുന്നാൽ എൻ്റെ അപ്പൻ മരിച്ചു പോകും, ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങിപ്പോകും. ബാലനില്ലാതെ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? യഹൂദായുടെ ദുഃഖം നമ്മുടെയും ദുഃഖമാവണം. മക്കളുടെ ദുഃഖം, മക്കളില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? ബാലനില്ലാതെ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? ഈ ഒരു ചിന്തയും ഭാരവും പേരൻസിനുണ്ടാവണം. നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാവണം. അതിലപ്പുറമാണ് നമ്മുടെ അയൽക്കാരെക്കുറിച്ച് ചിന്ത. ആരെയും മാനസാന്തരപ്പെടുത്തിയോ തലയിൽ വെള്ളം കോരി ഒഴിച്ചോ ഒന്നും ക്രിസ്ത്യാനിയാക്കണ്ട. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. പാപഭാരത്തിൽ കഴിയുന്ന അനേകരുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ കന്യാമറിയാമിനോട് ദൈവദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ചവന് മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ, പാപം പരിഹരിക്കുന്നവൻ. അതുപോലെ പാപഭാരത്തിൽ കഴിയുന്ന അനേകരും നമ്മുടെ ചുറ്റും അയൽക്കാരും സ്നേഹിതരുമായിട്ടുണ്ട് എന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നന്മ ഞാൻ പറഞ്ഞു തരാം. നസ്രത്തിലെ യേശു. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു നല്ല നാടകമാണ് മാക്ബെത്ത്. ലേഡി മാക്ബെത്ത് ഡങ്കൻ എന്ന രാജാവിനെ കൊന്ന ശേഷം അവരുടെ ആത്മകഥത്തിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്.
അറേബ്യയിലെ സുഗന്ധങ്ങളെല്ലാം പൂശിയാൽ എൻ്റെ കൈ ശരിയാകത്തില്ല, അറേബ്യയിലെ വെള്ളം കൊണ്ട് കഴുകിയാൽ ഞാൻ കഴുകപ്പെടുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സർവമത സമ്മേളനം ഷിക്കാഗോയിൽ നടക്കുന്ന സമയം ഇന്ത്യയിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ അവിടെ സംബന്ധിച്ചു. അപ്പോൾ അവിടെയുള്ള എല്ലാ മതക്കാർക്കും അവരവരുടെ മതത്തെക്കുറിച്ച് പറയാനൊരു സമയമുണ്ടായി. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു സമയം കിട്ടിയപ്പോൾ വന്ന് എല്ലാവരോടും പറഞ്ഞു, മാന്യ മഹാജനങ്ങളെ, നിങ്ങൾ പല മതത്തിൻ്റെ ആളുകളാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. ലേഡി മാക്ബത്തിൻ്റെ പാപം നിങ്ങളിൽ ഏത് ദൈവത്തിന് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയും? നിങ്ങളിൽ ഏത് ദൈവത്തിനാണ് ലേഡി മാക്ബത്തിനെ സഹായിക്കാനായിട്ട് കഴിയുന്നത്? എല്ലാവരും നിശബ്ദരായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപദേശി 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ന്റെ B പാർട്ട് വായിച്ചു കേൾപ്പിച്ചു. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എത്ര കൊടുംപാപിയാണെങ്കിലും അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവം അവൻ്റെ പാപം ക്ഷമിക്കും, നിർമ്മലീകരിക്കും, വിശുദ്ധീകരിക്കും. നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, പുത്രി ഭാവം തിരിച്ചു കൊടുക്കും, നിത്യജീവൻ അവകാശിയാക്കും. ക്രിസ്തു മതത്തിന് മാത്രം പറയാൻ, യേശുവിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന പാപക്ഷമ. ഈ ക്രൂശും ഭാരവും മരണവും എല്ലാം ദൈവം ഏറ്റത് ഇതിനു വേണ്ടിയാണ്. ക്രൂശിൽ കിടന്നപ്പോൾ പല ആളുകളും പരിഹസിച്ച് പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ, ഇപ്പം ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് അത് പറഞ്ഞതുകൊണ്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? അന്ന് ചുറ്റുമുണ്ടായിരുന്ന 5-8 പേര് പറഞ്ഞേനെ, ഓ ഇവൻ വെറുതെ അവിടെ കയറി കിടന്ന ആണി ശരിക്കും ഉറപ്പിച്ചില്ലായിരുന്നു, ഊരിപ്പോന്നതാണ്. വേറെ 2 പേര് അവൻ സത്യമാണെന്ന് വിശ്വസിച്ച് കാണാം, അവർ മരിച്ചതോടുകൂടി അതങ്ങ് തീർന്നു പോയനെ. ഇന്നും നാം ഈ ആലയത്തിൽ കൂടി വന്ന് പാപം ക്ഷമിക്കുന്നവനായ, സ്നേഹിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ സഹനം, മരണം എല്ലാം ഈ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സമർപ്പണമായിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സഭ ഈ സമർപ്പണത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യും. പെൺകുട്ടിയുടെ കയ്യിലൊരു നല്ല കൊച്ചു കളിയുണ്ട്. അവരുടെ കുപ്പിവള പൊട്ടുമ്പോൾ അവർ 2 പേരും അടുത്തടുത്തിരുന്നവരോട് പറയും, എടി കൈ കാണിക്കാൻ പറയും. അപ്പോൾ കൈ കാണിക്കുമ്പോൾ പൊട്ടിയ കുപ്പിവളയുടെ ഒരു ചില്ലെടുത്ത് പൊട്ടിച്ച് കാണിക്കും. അപ്പോൾ ഒരു തരി താഴോട്ട് വീഴും. എത്രത്തോളം സ്നേഹമുണ്ട് നിനക്ക് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമാണ്, നിനക്ക് എന്നാ സ്നേഹമുണ്ട്? തരിയോളം സ്നേഹമാണോ എന്ന് ചോദിക്കും. ഈ തരിയോളം സ്നേഹമേ ഉള്ളൂ എന്ന് ചോദിക്കും. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ? And he stretched his hands on the cross and said, this much, this much. ഇത്രത്തോളം ക്രൂശിലെ മരണത്തോളം ദൈവസ്നേഹത്തിൻ്റെ വലിയ എക്സ്പ്രഷനാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. നമ്മുടെ പള്ളി കുദാശക്രമത്തിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ജീവനുണ്ടാക്കുന്ന തൻ്റെ സ്ലീബായെ വന്യമായതും ആദ്യത്തേതുമായ മധുബഹായായി ശുദ്ധീകരിക്കുകയും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്ന കുഞ്ഞാടായി, പിതാവായ ദൈവത്തിന് തന്നെ യാഗമായി അർപ്പിച്ച മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവനുണ്ടാക്കുന്ന തൻ്റെ സ്ലീബായെ വന്യമായതും ആദ്യത്തേതുമായ മധുബഹായായി ശുദ്ധീകരിച്ചതും അതിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമുള്ളതും കുറ്റം കൂടാത്തതുമായ കുഞ്ഞാടായി, ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളയുന്ന കുഞ്ഞാടായി, പിതാവാം ദൈവത്തിന് തന്നെ യാഗമായി അർപ്പിച്ച മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശു തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് നിക്കോദിമോസ് വന്ന യേശുവിനോട് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഈ ജനത്തെ രക്ഷിക്കാൻ പോകുന്നത്? എന്താണ് നിൻ്റെ പ്രശ്നം? ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലൊരു യൗവനക്കാരനെ പോലെയാണ് യേശു അന്ന് വന്നത്. എന്താണ് നിൻ്റെ പരിപാടി? യഹൂദനും പ്രമാണിയും പാണ്ഡിത്യമുള്ളവനുമായ നിക്കോദിമോസ് വന്ന് ചോദിക്കുന്നു,
നിന്റെ പരിപാടി എന്താണ്? അപ്പോൾ യേശു നിക്കോദെമോസിനോട് പറയുന്നു, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നതാണ് ഞാൻ. മോശയ്ക്ക് വിരോധമായി പിറുപിറുത്ത ജനത്തെ സർപ്പം കടിച്ചപ്പോൾ ചത്തുപോയവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടുമരത്തിൽ കെട്ടിത്തൂക്കിയില്ലേ? കടിയേറ്റ് മരിക്കുന്നതെല്ലാം നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചില്ലേ? ഇത് തന്നെയാണ് എൻ്റെ മിഷൻ. എന്നെയും ഇതുപോലെ കെട്ടിത്തൂക്കുമ്പോൾ മരണത്തിൽ വംശധരായവരെ ദൈവം ഉയർപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കുരിശ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. കുരിശിനിൽ ആശ്രയിക്കുമ്പോഴാണ് കുരിശ് നമുക്ക് അർത്ഥവത്തായിട്ട് തീരുന്നത്. കുരിശ് ലജ്ജയുടെ പര്യായമല്ല. നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നത് നമുക്ക് ബലമാണ്, പവർഫുള്ളാണ്. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും വേണം. കുരിശന്മേൽ മരിക്കുന്നതിനെല്ലാം ശപിക്കപ്പെട്ടോ എന്ന് പറയുന്നു. കുരിശിപ്പോൾ നമുക്കൊരു അനുഗ്രഹപാത്രമായിരിക്കുന്നു. ഇതിന് സ്ലീബായെന്ന് പറയും. 4 വശത്തും മുട്ടുകളാണ്. ടുമോറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്ലൂം. നാളെ ഇത് വിടരും. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ഇന്ന് ക്രൂശീകരണമുണ്ടെങ്കിൽ നാളെ ഉയർപ്പുണ്ടാകും. ഇന്ന് മരണമുണ്ടെങ്കിൽ നാളെ ഉയർപ്പുണ്ടാകും. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന വലിയ പ്രോമിസാണ്. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ മരണം മൂലം ലഭ്യമായത് 2 കാര്യങ്ങളാണ്. ഒന്ന് പാപക്ഷമ, മറ്റൊന്ന് നിത്യജീവൻ. ഇതിനെ പ്രാപിപ്പാൻ തക്കവണ്ണം പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിച്ചതിൻ്റെ വലിയ ഓർമ്മ ഉണ്ടാകുന്ന ഈ വലിയ ദിവസം നമുക്ക് വീണ്ടും നമസ്കരിച്ച് ദൈവത്തോട് പറയാം, നന്ദി ദൈവമേ, സ്തോത്രം കർത്താവേ, ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നിനക്ക് നന്ദി പറയട്ടെ. എന്തെന്താ, ഞാൻ മരിക്കേണ്ട അടുത്ത് നീ മരിച്ചിരിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരമായി നീ മരിച്ചിരിക്കുന്നു. എൻ്റെ പാപം മൂലം നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ബലമുള്ളവനായി നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം തമ്പുരാനെ, 4 വിരൽ മാത്രം നീളമുള്ള ഒരു കൊച്ചായുസ്സിൽ ഞങ്ങൾ ജീവിക്കുന്നു. ചോദിക്കാതെ തന്നതാണല്ലോ ഈ ജന്മം. ഞങ്ങളിവിടെ മരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നല്ലവനെ, ഞങ്ങൾ നിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നു, നിൻ്റെ ഉയർപ്പിൽ സന്തോഷിക്കുന്നു. വീണ്ടും വരുന്ന കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകരുതേ. പാപഭാരത്തിൽ കഴിയുന്ന ആളുകളെ കണ്ടുമുട്ടിയാൽ ഇപ്രകാരം ഒരു രക്ഷകനുണ്ടെന്ന് പറയാനുള്ള ധൈര്യവും വിനയവും ബലവും ഞങ്ങൾക്ക് തരണമേ. രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ച് ഭാരം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തുണയ്ക്കണമേ. നിൻ്റെ മരണം ഞങ്ങൾക്ക് തന്ന ജീവനും നിത്യജീവനും വേണ്ടി സ്തോത്രം. ഇന്ന് ഞങ്ങൾ അനുഭവിച്ച ദൈവകാരുണ്യത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ തന്നെ.